ഓൾമോസ്റ്റ് എവറി സിംഗിൾ വീക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും വരുന്ന ന്യൂമറസ് DMs ഉണ്ട്. എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, കെമിസ്റ്റ് ആയിട്ട് എങ്ങനെ കയറാൻ പറ്റും ഒരു കമ്പനി, കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണ്, പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ. ഐ ഗെറ്റ് ഇറ്റ്. കാരണം ഒരു 2.5 years മുന്നേ ഞാൻ ഇതൊരു സിറ്റുവേഷനിലായിരുന്നു. ഐ ഹാവ് നോ ഐഡിയ വെർ ടു ടാപ്പ് ഇൻ, ഹൗ ക്യാൻ ഐ ഗെറ്റ് എ റിയൽ ജോബ് ഇൻ റിയൽ ഇൻഡസ്ട്രി. ഞാൻ എങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് MSc ഗ്രാജുവേറ്റിൽ നിന്ന് ഒരു കെമിസ്റ്റ് റോളിലേക്ക് വന്നു എന്നാണ് എന്റെ എക്സാക്ട് ജേർണി, ഇൻക്ലൂഡിംഗ് ദ പാർട്ട് നോബഡി ഈസ് ഗോയിങ് ടു പുട്ട് ഓൺ LinkedIn. ഐ എം ആതിര വിജയൻ, working as a research and development chemist in Bangalore in textile and pre-treatment chemical industry as well as FMCG. സോ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ MSc thesis എന്ന് പറയുന്നത് കാർബൺ ഡോട്ട് ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ പാസിംഗ് MSc ഐ ഹാവ് അപ്രോക്സിമേറ്റ്ലി 4.3 CGPA and second rank in NG University. So this is the first honest talk I want to tell you. None of this prepared for getting me a job. നല്ല മാർക്ക് ഉണ്ട്, റാങ്ക് വാങ്ങിച്ചു ആൻഡ് നല്ലൊരു പ്രൊജക്ട് ചെയ്തു. ഇതൊന്നും നിങ്ങൾക്ക് നാളെ നല്ലൊരു ജോബ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. ആൻഡ് ഐ ഡു റിമെമ്പർ തിങ്കിങ് ദാറ്റ് ഞാൻ ചൂസ് ചെയ്ത കരിയർ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത പാത്ത് റൈറ്റ് ആണോ? കാരണം എൻ്റെ ഒപ്പം പഠിച്ച കുട്ടികൾ +2 കഴിഞ്ഞ് ഡോക്ടറും എഞ്ചിനീയറും നഴ്സും ഒക്കെ ആയി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഐ വാസ് ലൈക്ക് ഓക്കെ, ഞാൻ അതെടുത്താൽ മതിയായിരുന്നു, എൻ്റെ ഈ ചോയ്സ് റോങ് ആയിരുന്നു എന്ന് ചിന്തിച്ച ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നു. ആൻഡ് ഐ നോ എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകും. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര കിടറാണ്. നിങ്ങൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫാർമയിലേക്ക് കയറും, ഫാർമയാണ് ഹയസ്റ്റ് പേയിങ് ജോബ്, അവിടെ കയറിയാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും, നല്ല സ്കോപ്പാണ്, അവിടെ കയറാൻ നോക്കാൻ പറയാം. പക്ഷെ അത് മാത്രമല്ല, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, സ്പെഷ്യാലിറ്റി കെമിക്കൽ, FMCG, ഫോർമുലേഷൻ കെമിസ്ട്രി, അങ്ങനെ കുറെ ഫീൽഡുകൾ ഇതിന്റെ ഇടയിൽ തന്നെയുണ്ട്. ആൻഡ് ഇവർക്ക് എല്ലാവർക്കും ഒരു കെമിസ്റ്റിനെ വേണം. സോ എനിക്ക് എങ്ങനെ ജോലി കിട്ടി? ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് MScയുടെ 3rd semester കഴിയുന്ന സമയത്തായിരുന്നു. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേനും ഒരുവിധം നമുക്ക് തിയറി ക്ലാസ് കഴിയും, പിന്നെ പ്രാക്ടിക്കൽസും പിന്നെ പ്രൊജക്ട് വർക്കും ആയിരിക്കും. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ജോബിന് ആപ്ലിക്കേഷൻ ഇടാൻ തുടങ്ങി. ആ സമയത്ത് നമുക്ക് ChatGPT ഇല്ലായിരുന്നു CV ചെയ്തു തരാനായിട്ട്. ഏത് സെക്ടറിൽ പോകണം, ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ ഉണ്ട്, ഏതൊക്കെ കമ്പനി ഉണ്ടെന്ന് പറയാനൊന്നും ആരുമില്ലായിരുന്നു. ChatGPT ഇല്ലായിരുന്നു കംപ്ലീറ്റ്. ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്റെ സീനിയറിനോട് ഹെൽപ്പ് ചോദിച്ചു. എനിക്കിങ്ങനെ ജോബിലേക്ക് എൻ്റർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഒരു ജോബ് ക്രാക്ക് ചെയ്യുക എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്ക് കയറാൻ താല്പര്യമുള്ള ഇൻഡസ്ട്രീസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഡയറക്റ്റ് മെയിലേക്ക്, അല്ലാണ്ട് ആരും ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരാൻ പോകുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് ദ റിയൽ ട്രൂത്ത്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഒരു 19 കമ്പനീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി കേരളത്തിലുള്ളത്. ആദ്യം ഞാൻ ഫാർമ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്, കാരണം ഫാർമയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഐ ബിലീവ്. ആൻഡ് എന്റെ ബ്രെയിൻ അങ്ങനെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത്. ആൻഡ് ഒറ്റ സ്ഥലത്തും കിട്ടിയില്ല. ഈവൻ ബാംഗ്ലൂർ വരെ ഞാൻ വന്നു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് എ വർക്കിംഗ് ഇന്റർവ്യൂ ആൻഡ് ദേ ഓൺലി നീഡ് മെയിൽ കാൻഡിഡേറ്റ്സ്. ദാറ്റ് വാസ് ഡസന്റ് ഈവൻ മെൻഷൻഡ് ഇൻ ദ പോസ്റ്റർ. സോ ഈ ഒരു ഫീൽഡ് അങ്ങനെയാണ് കൂടുതൽ. പിന്നെ ഞാൻ സെക്ടർ പയ്യെ മാറ്റാൻ തുടങ്ങി. ഞാൻ കേരളത്തിലുള്ള സകല കെമിക്കൽ ഇൻഡസ്ട്രിയിലെ മെയിൽ എടുത്തു, മെയിൽ അയക്കാൻ തുടങ്ങി. ഞാനൊരു MSc ഗ്രാജുവേറ്റ് ആണ്, എനിക്ക് QC കെമിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അയച്ചു. കാരണം എൻ്റെ മൈൻഡിൽ പോയിരുന്നത് QCയിൽ കയറി നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളൊരു മൈൻഡ്. കാരണം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആരും ഇല്ല, നമുക്ക് ആരും പറഞ്ഞു തരാനും ഇല്ല, അതുകൊണ്ട് അങ്ങനെ എഴുതരുത്. അപ്പൊ ഞാൻ QCയിലേക്കാണ് ആദ്യം അപ്ലൈ ചെയ്തത്. ആൻഡ് കുറെ റിജക്ഷൻസ് വന്നു, കുറെ റിജക്ഷൻസ് വന്നു. ലാസ്റ്റ് ആണ് അറ്റ്ലാന്റിക് കെയർ കെമിക്കൽസ് ആലപ്പുഴയിലുള്ള FMCG ആൻഡ് ടെക്സ്റ്റൈൽ പ്രീ ട്രീറ്റ്മെന്റ് കെമിക്കലിന്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് മെയിൽ തിരിച്ചു വന്നത്. ഇന്റർവ്യൂ ഉണ്ട്, അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ ദ മോസ്റ്റ് അമേസിംഗ് പാർട്ട് വാസ്, അവിടെ എല്ലാവരും വന്നത് റെഫറൻസ് ത്രൂ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ജോബ് കിട്ടില്ല. ഞാൻ മാത്രമായിരുന്നു മെയിൽ അയച്ചു വന്നത്. അത് HR എന്നെ അടുത്ത് പറയുകയും ചെയ്തു, എനിക്ക് ജോബ് കിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. എനിക്ക് ജോബ് കിട്ടില്ല തീരുമാനമായിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിപ്പോയത്. പക്ഷെ ഐ ക്രാക്ക് ദി ജോബ്, ഐ ക്രാക്ക് ദി ഇന്റർവ്യൂ ആൻഡ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ജോബ്. സോ ജോബ് ക്രാക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് എടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്കിങ് ഫോർ ഹെൽപ്പാണ്. നിങ്ങളുടെ സീനിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും മെന്റേഴ്സോ ആരെങ്കിലും ഓൾറെഡി ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ. ആൻഡ് ഐ തിങ്ക് ദേ ക്യാൻ ഗൈഡ് യു ടു മോർ എക്സ്റ്റെൻഡ്.
ഞാൻ അവിടെ കയറിയപ്പോഴത്തേനും ഞാൻ ആ ചേട്ടനോട് തന്നെ ചോദിച്ചു, ചേട്ടൻ എനിക്കിങ്ങനെ ഇന്റർവ്യൂ കിട്ടി, എങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കണം. പുള്ളി പറഞ്ഞു പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ പുള്ളിക്കാരൻ കുറെ ഹെൽപ്പ് ചെയ്തു. ഞാനും എന്റെ രീതിയിൽ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി. ആൻഡ് ഇന്റർവ്യൂ വാസ് സോ നൈസ് ആൻഡ് സോ ഗുഡ്. ഐ ക്രാക്ക്ഡ് ദി ഇന്റർവ്യൂ. So this is the way that you can find a job after graduation or post graduation. Never look for an opportunity. LinkedIn-നകത്തും Naukri-നകത്തും Indeed-നകത്തും ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയും വേക്കൻസിയും വരാനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ കയറണം എന്നുണ്ടെങ്കിൽ നേരത്തെ ആപ്ലിക്കേഷൻ ഇടാം. എന്നാലാണ് മേ ബി ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം ജോബ് സെക്ടർ ഭയങ്കരമായിട്ട് ഡിക്ലൈനിങ് ആണ് ഇപ്പോൾ. ആൻഡ് ഓൾസോ നമ്മൾ ജോബിന് കയറണമെങ്കിൽ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിനെയാണ് വേണ്ടത്. ജോബ് നമ്മൾ ചൂസ് ചെയ്ത ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മതിയായിരുന്നു. ഫ്രഷേഴ്സിന് ആരും വേണ്ട, ആർക്കും ചൂസ് ചെയ്യുന്നില്ല. സോ ഈവൻ ഈ സാലറി കുറവാണെങ്കിലും, ഈവൺ ഇപ്പോൾ ഒരു ട്രെയിനിങ് പൊസിഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പൊസിഷൻ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു MNC-യിലോ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സെക്ടറിൽ കിട്ടുന്നെങ്കിൽ പോലും ഐ വിൽ സേ ഗോ ഫോർ ഇറ്റ്. ഒരു 6 മാസമെങ്കിലും അവിടെ നിന്നിട്ട് ആ എക്സ്പീരിയൻസ് വെച്ച്, അല്ലെങ്കിൽ 1 വർഷമെങ്കിലും നിന്നിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടുത്ത ജോബിന് കയറാം അല്ലെങ്കിൽ അടുത്ത സെക്ടറിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ, ഭയങ്കര എളുപ്പമാണ്. സോ ഗോ ഫോർ ഇറ്റ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു ട്രെയിനിങ് പൊസിഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ പോലും അത് പോവുക, അത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ആ സെക്ടർ പറ്റുമോ, ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാകും. ആ MSc കഴിഞ്ഞ് 3rd സെമസ്റ്റർ ആയി ജോബ് അപ്ലൈ ചെയ്യുന്ന എന്നിലേക്ക് തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ 3 കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, your mark and your project and your rank mean nothing at all. ഫസ്റ്റ് ജോബിന് ശേഷം നിങ്ങളുടെ CGPA എത്രയായിരുന്നോ പ്രൊജക്ട് എന്തായിരുന്നോ ആരും ചോദിക്കാൻ പോകുന്നില്ല. സോ ജസ്റ്റ് അപ്ലൈ. സെക്കൻഡ്, സ്റ്റോപ്പ് റണ്ണിങ് ഫോർ എവ്രിവൺ റൺസ്. ഹിഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലായിരിക്കും. So go for it, try it, explore it. Third one, that confusion stage that you are choosing right now is very normal and it doesn't mean you choose the wrong path. So I am going to start a series. കെമിസ്ട്രിയുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ലാബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ലാബിൽ എങ്ങനെ വർക്ക് ചെയ്യാം, എന്തൊക്കെ കരിയേഴ്സ് ഉണ്ട്, ഇന്റർവ്യൂവിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഐ തിങ്ക് പീപ്പിൾ ട്രസ്റ്റ് someone who is actually working in it when it comes from them. So tell me in the comments, what is your single biggest fear or the question that you have in the chemistry career right now? And whatever the question that has been asked the most, I will make a video about that as well. So ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.